ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ പിടിവിട്ടുപോയ ഒരവസ്ഥയിൽ എല്ലാവരും എത്തി നിൽക്കാറുണ്ട്. അതൊരു പക്ഷേ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലോ പ്രൊഫഷനിലോ ഉള്ള ചില സ്ട്രെസ് കൊണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില ചലഞ്ചുകൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം ജീവിതത്തിന് പിടിവിട്ടുപോയി എന്നൊരു അവസ്ഥയിലെത്തുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലെത്തിയ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തിനാ ഇന്ന് എണീറ്റത് എന്നൊരു തോന്നലായിരിക്കും. അതായത് രാവിലെ ആയല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും ഈ വ്യക്തി എണീക്കണത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓഫീസിൽ പോകേണ്ട സമയമായാലും ഓഫീസിൽ പോകാൻ ഒരു തോന്നലുണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും അദ്ദേഹം ഓഫീസിൽ ചെല്ലണം. അങ്ങനെ വളരെ കറക്റ്റായ രീതിയിൽ പോയൊരു മനുഷ്യൻ ചില സാഹചര്യങ്ങളിൽ വളരെയധികം ഡിപ്രഷനിൽ പോവുകയും അല്ലെങ്കിൽ ബിസിനസ്സിലെ വലിയൊരു തകർച്ച നേരിടുകയൊക്കെ ചെയ്തതിനു ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലെത്തി. ഇതാണ് പിടിവിട്ടു പോകുന്ന ഒരവസ്ഥ എന്ന് ഞാൻ മെൻഷൻ ചെയ്തത്. നമസ്കാരം, എൻ്റെ പേര് നവീൻ കുമാർ. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. നിരവധി ആളുകളെ എങ്ങനെ വേണം ലൈഫിൽ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് എന്ന് പരിശീലിപ്പിച്ചതും അറ്റ് ദ സെയിം ടൈം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയും ആ ഫേസ് ചെയ്ത പ്രശ്നങ്ങളെ തരണം ചെയ്ത് വീണ്ടും വീണ്ടും മുൻപോട്ട് ആഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളെ എക്വിപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു ട്രെയിനറാണ്. തീർച്ചയായിട്ടും ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നിരാശയുണ്ടെങ്കിൽ, പിടിവിട്ട് പോയി എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്പർ 1, ലൈഫ് ഈസ് റണ്ണിങ് ഓൺ ഓട്ടോ പൈലറ്റ്. അതായത് ഈ സാഹചര്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും സഞ്ചരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓട്ടോ പൈലറ്റ് മോഡിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സമയം 24 മണിക്കൂർ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം വെറുതെ ഇങ്ങനെ ചലിക്കുന്ന ഒരു വസ്തു മാത്രമായി മാറുകയാണ് ആ വ്യക്തി. തിരിച്ചറിയുക നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണോ ഉള്ളത്. അതായത് സമയം ഇങ്ങനെ ചലിക്കണ പോലെ കൂട്ടത്തിൽ വെറുതെ ചലിച്ച് പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളിപ്പോൾ. അതായത് ഒഴുക്കിന്റെ കൂട്ടത്തിൽ പോകുന്ന ഒരു പൊങ്ങ് തടി പോലെ. അതൊരിക്കലും ജീവിതത്തിൽ കൃത്യമായ ഒരു വിഷനോടെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്കിൽ അതിനെ കവർ ചെയ്യാൻ ചെയ്യേണ്ടത് ഇതാണ്: ഇന്റൻഷണൽ ആയുള്ള എഫേർട്ട് എടുക്കുക. ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഹാബിറ്റ് ഉള്ളത് അല്ലേ, അതിനെ മാറ്റി നമ്മൾ മനഃപൂർവ്വമായ ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഇന്ന് മുതൽ ഇന്ന കാര്യങ്ങൾ ചെയ്താണ് പോകാൻ പോകുന്നത്, അല്ലാതെ വെറുതെ ഇങ്ങനെയുള്ള ഈ ഒരു ഒഴുക്കിൽ പോകുന്ന യാത്ര അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തുമെന്ന് തീരുമാനിച്ചുകൊണ്ട് യെസ് ഐ ക്വിറ്റ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ IQ എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ഇങ്ങനെയുള്ള ഈ ഒരു പോക്ക്, ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ വെറുതെ ഉള്ള ഈ ഒരു സഞ്ചാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ IQ എന്നൊന്ന് കമന്റ് ചെയ്യുക. 2, മേക്ക് ബെറ്റർ ഡിസിഷൻസ്. കുറച്ചുകൂടെ ബെറ്റർ ആയ ചില തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം തീരുമാനങ്ങളൊന്നും എടുക്കാതെ, ഒരു ചോയ്സ് എടുക്കാതെ വെറുതെ ഇങ്ങനെ പോകുന്ന ഒരു ന്യൂട്രൽ സ്റ്റേജിലായിരിക്കും ഉള്ളത്. അത് മാറിയിട്ട് കോൺഷ്യസ് ആയി ചില ഡിസിഷൻസ് അല്ലെങ്കിൽ ചില ചോയ്സുകൾ എടുക്കാൻ തയ്യാറാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ തോന്നുന്ന സമയത്ത് എണീക്കുന്നു, തോന്നുന്ന സമയത്ത് കിടക്കണു, ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. ആ ഒരു രീതി മാറ്റിയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വേയിലേക്ക് നമ്മളെ തന്നെ നമ്മൾ മാറ്റുക. ഇത് പറയാൻ എളുപ്പവും ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഇത് ചെയ്താൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച ഒരു പൊങ്ങുതടി കോൺസെപ്റ്റിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുത്തേ പറ്റൂ, വേറെ മാർഗമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത്ര മണിക്ക് എണീക്കുന്ന തീരുമാനിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ തയ്യാറാവുക. ഇത്ര മണിക്ക് കിടക്കുമെന്ന് തീരുമാനിച്ച് ആ സമയത്ത് നമ്മളെ കിടത്തി ഉറക്കാൻ തയ്യാറാവുക. കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. കാരണം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സിസ്റ്റൻസിന്റെ കാരണം. അവിടെ കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കറക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്ന് അർത്ഥം വരുന്ന രീതിയിൽ IR എന്ന് കമന്റ് ചെയ്യുക. 3, സ്റ്റാർട്ട് സ്മോൾ ബട്ട് സ്റ്റാർട്ട് നൗ. ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ലൈഫെ പിടിവിട്ട് പോയി എന്നിരിക്കുന്ന ആള് പെട്ടെന്ന് തന്നെ ഭീകരമായ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും പറയണില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് എടുക്കുക. ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി. എന്താണോ നിങ്ങൾക്ക് കഴിയണം ആ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്, ഇപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമെങ്കിൽ ആ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ഒരു കരുത്തില്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറും പേനും എടുത്തതിന് ശേഷം നിങ്ങളുടെ ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എഴുതുക. അതിനൊരു പേനയും പേപ്പറും എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ അത് സ്റ്റാർട്ട് നൗ ആണ്. ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുകയാണ്. അതല്ല നിങ്ങൾ ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, നിന്ന് പോയി അങ്ങനെയാണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് ഒരു സെൽഫിയിൽ എന്തെങ്കിലും ഒരു കാര്യം 2 വാക്ക് സംസാരിച്ചൊരു വീഡിയോ എടുക്കുക. അങ്ങനെ ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും ആക്ട് നൗ ഓർ സ്റ്റാർട്ട് നൗ, ഇപ്പൊ തന്നെ ചെയ്യുക. ആ സ്റ്റാർട്ട് നൗ എന്ന ഹാബിറ്റ് ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ഹാബിറ്റാണ്. നിരവധി തവണ എൻ്റെ ജീവിതത്തിലും ഞാൻ നിന്ന് പോയ സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലൈഫേ പിടിവിട്ട് പോയി എന്ന് ചിന്തിച്ച സമയത്ത് ചെറിയ സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. നിരവധി ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും ഇപ്പൊ തന്നെ എടുക്കാൻ തയ്യാറാവുക. തീർച്ചയായിട്ടും ഇത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിന് കാരണമായി തീരും. 4, യുവർ ഹാബിറ്റ്സ് ഡിഫൈൻ യുവർ ഫ്യൂച്ചർ.
നിങ്ങളുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ശീലങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്ന ഘടകം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഡെയിലി റുട്ടീൻ, രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കൃത്യമായ ഒരു റുട്ടീൻ നമ്മൾ ചാർട്ട് ചെയ്യുക. അതിൽ ഭീകരമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം ഒന്നും എഴുതണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തതും ഇനി ചെയ്തു തുടങ്ങേണ്ടതുമായ കാര്യങ്ങൾ തന്നെ കൃത്യമായ റുട്ടീനായിട്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന കാര്യം, അതിനുശേഷം ഇന്ന കാര്യം, അങ്ങനെ ഒരു മാപ്പ് ഉണ്ടാക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോൺഷ്യസ് ആയി മാറും. കാര്യം നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് വേണം അല്ലേ? ആ മാപ്പിനനുസരിച്ചായിരിക്കും നമ്മൾ പോണത്. അതേസമയം നമുക്കങ്ങനെ ഒരു മാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ പോകും, ഒരിടത്തും എത്തൂല. യു ഗോട്ട് ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരു കൃത്യസ്ഥലത്ത് എത്തണമെങ്കിൽ ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യണം. ആ റുട്ടീൻ എന്താ നിങ്ങൾ എഴുതി തയ്യാറാക്കുക. തീർച്ചയായിട്ടും റുട്ടീൻ എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം, അല്ലെ ആർ എന്ന് കമന്റ് ചെയ്താലും മതി. അതായത് ഈ വീഡിയോ കാണുന്ന താങ്കൾ ജീവിതത്തിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കാൻ പോവാണ് എന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി, വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, അവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ആർ എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. 5, ഡിഫൈൻ യുവർ പർപ്പസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാ ഞാൻ ജീവിക്കണത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിൽ പിന്നെ ലൈഫ് ഒരു രസമില്ലാത്ത ഒന്നായി മാറും, എം ടി ആയി മാറും, കാലിയായി മാറും അല്ലേ? അപ്പൊ കൃത്യം ഒരു പർപ്പസ് വേണം നമ്മുടെ ലൈഫിൽ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഈ ഒരു സാധനം വാങ്ങിച്ചപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്വിപ്മെന്റ് വാങ്ങിക്കുമ്പോഴോ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. AC ആണെങ്കിൽ തണുപ്പ് വരിക, അതാണ് പർപ്പസ്. പക്ഷെ ഈ സാധനം വന്ന സമയത്ത് അതിൻ്റെ കൂടെ യൂസർ മാനുവൽ ഇല്ല. അപ്പോൾ നമുക്ക് ഈ സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കുള്ളൊരു യൂസർ മാനുവൽ ഉണ്ടാക്കണം. അതാണ് പർപ്പസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. കൃത്യമായി നമ്മുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ടാക്കാൻ തയ്യാറാവണം. അണ്ടർസ്റ്റാൻഡ് ദ വൈ. എന്തിനാ ഞാൻ ജനിച്ചത്, എന്തിനാ ഞാൻ ജീവിക്കണത്, ഞാൻ മരിക്കും മുമ്പ് എന്ത് ചെയ്യും. ആ പർപ്പസിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ ഇപ്പോൾ ആ പിടിവിട്ട ആ ഒരു സിറ്റുവേഷനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു പിടി കിട്ടുന്ന പോലെ ആയിരിക്കും ആ പർപ്പസിനെ ഡിഫൈൻ ചെയ്താൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. സോ ഡിഫൈൻ യുവർ പർപ്പസ്. കൃത്യമായ ഒരു പർപ്പസ് ഉള്ള വ്യക്തിക്കാണ് കൃത്യമായി ശക്തമായി ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയണത്. അതായത് ചില വ്യക്തികൾ അല്ല പർപ്പസ്, ചില സാധനങ്ങളല്ല പർപ്പസ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പർപ്പസ് ടു ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ്, ആളുകളുടെ മനസ്സിന് ഇഗ്നിഷൻ കൊടുക്കുക, ഒരു സ്പാർക്ക് കൊടുക്കുക. അതൊരു സെന്റൻസ് ആണ് അല്ലെ? പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വളരെ കരുത്തമായ ഒരു കൃത്യമായ ലക്ഷ്യമാണ്. അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. അല്ല ഒരു കാറ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു വീട് വേണമെന്നോ ഒക്കെ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി കണ്ടമാരൊരു വ്യക്തിയെ സ്നേഹിക്കുക, ആ വ്യക്തി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ഇതൊന്നും തന്നെ പർപ്പസ് അല്ല. ഇതൊക്കെ അതിന്റെ കൂട്ടത്തിലുള്ള കാര്യങ്ങളാണ്. പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെന്ന എക്സിസ്റ്റൻസ് ഇവിടെ ഉള്ള അത്രയും നാൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ ഡിഫൈൻ യുവർ പർപ്പസ്. എന്താണ് താങ്കളുടെ ജീവിതത്തിന്റെ പർപ്പസ്? ഒന്ന് ചിന്തിക്കുക, കമന്റ് ചെയ്യുക. ആൻഡ് 6, ടേക്ക് ആക്ഷൻ ടുഡേ. എല്ലാ കാര്യങ്ങളും ഭംഗിയായതിന് മാത്രം, അല്ലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായെങ്കിൽ മാത്രം ഞാൻ ആക്ഷൻ എടുക്കാം എന്ന് തീരുമാനിക്കരുത്. ഞാൻ മുൻപും പലതവണ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്ഷൻ സിൻഡ്രം ആൻഡ് പ്രൊക്രാസ്റ്റിനേഷൻ സിൻഡ്രം. പെർഫെക്ഷൻ സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം ഞാൻ ആക്ഷൻ എടുക്കാം. മണ്ടത്തരമാണ്. അത് ഈ തിരമാലയൊക്കെ അടങ്ങിയിട്ട് കുളിക്കാറാണോ പോലെ ആയിപ്പോ, അത് വേണ്ട. അതല്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുക, അതാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. 2, പ്രൊക്രാസ്റ്റിനേഷൻ സിൻഡ്രം, മാറ്റി വയ്ക്കുന്ന സ്വഭാവം. ഇത് രണ്ടും അപകടകരമാണ്. രണ്ടും ഒഴിവാക്കിയേ പറ്റൂ. ടേക്ക് ആക്ഷൻ ടുഡേ. ഇപ്പൊ തന്നെ ആക്ഷൻ എടുക്കുക. കൃത്യമായ രീതിയിൽ പിടിവിട്ട ജീവിതത്തിന് ഒരു പിടി കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ കൂടി സെറ്റ് ചെയ്യണം. എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ച് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരു കൃത്യമായ സിസ്റ്റം ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, ഒരു റോഡ് മാപ്പ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യം ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റൂ. അത്തരത്തിലൊരു ഗോൾ സെറ്റ് ചെയ്യാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനൊരു മിഷനിലാണ്, എൻ്റെ ഒരു മിഷനാണ് 1,00,000 ആളുകൾക്ക് കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അത് ഒരു 3,000 റുപ്പീസ് ആണ് ആ ഒരു കോഴ്സിന്റെ കോസ്റ്റ് വരുന്നത്. എന്നാൽ ഒരു ഓഫർ പ്രമാണിച്ച് നിങ്ങൾക്ക് 999 രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യാനും 5 ദിവസം കൊണ്ട് കൃത്യമായി ലൈഫിൽ സിസ്റ്റമാറ്റിക് ആയ ഒരു റോഡ് മാപ്പ് ഉള്ള ഒരു ഗോള് സെറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. താങ്കൾ ഒരു ആക്ഷൻ ടേക്കർ ആണ്. ലൈഫിലെ ഈ ഒരു അവസ്ഥ മാറി വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾക്കുള്ളതാണ് ഈ വർക്ക്ഷോപ്പ്. ടേക്ക് ആക്ഷൻ ടുഡേ ഇറ്റ്സെൽഫ്. എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാം? ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. കൃത്യമായി 5 ഡേയ്സ് കൊണ്ട് ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിന് വേണ്ടി ജീവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളൊരു പർപ്പസ് ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ ഉള്ള ഒരു പിടിവിട്ട ജീവിതം മാറി ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള കുറച്ചൊരു ഉഷാറായ ഉണർവുള്ള ഒരു ജീവിതം സ്വന്തമാക്കാനും കഴിയും. ഞാനിവിടെ പറഞ്ഞത് പ്രധാനമായും 6 കാര്യങ്ങളാണ് ഒരു വ്യക്തി ജീവിതം എല്ലാം കഴിഞ്ഞു, എല്ലാം പിടിവിട്ടുപോയി എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരാൻ. നമ്പർ 1, ഓട്ടോ പൈലറ്റ് മോഡ് മാറ്റിയിട്ട് നമ്മൾ ഫോക്കസ് തിരിച്ചെടുക്കുക. 2, പുതിയ ബെറ്റർ ആയ തീരുമാനങ്ങൾ എടുക്കുക. അതായത് നമ്മൾ കോൺഷ്യസ് ആയി തന്നെ തീരുമാനമെടുക്കുക ചോയ്സുകൾ എടുക്കുന്ന കാര്യത്തിൽ. 3, ചെറിയ രീതിയിലായിക്കോട്ടെ പക്ഷെ ഇന്ന് തന്നെ തുടങ്ങുക. പിന്നെ നിങ്ങളുടെ ഹാബിറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ
കൊണ്ടുവരിക, നിങ്ങളുടെ റുട്ടീൻസ് കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുക, അതേപോലെ ഒരു പർപ്പസ് ഡിഫൈൻ ചെയ്ത് തന്നെ ജീവിക്കാൻ തയ്യാറാവുക. ആൻഡ് ഇന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവുക. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകട്ടെ എന്നും ശക്തമായി മുൻപോട്ട് പോകാനായി സഹായിക്കട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതേപോലെ വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.